Good morning students, welcome to your biology class of CNN BHS. Let's start our class with third unit, that is simple nutrients into cells. ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. ഒന്നാം അധ്യായത്തിൽ നാം കണ്ടു സസ്യങ്ങൾ ഈ ജീവമണ്ഡലത്തിന് ആവശ്യമായ മുഴുവൻ ആഹാരവും നിർമ്മിക്കുന്നു എന്ന്. അവർ നിർമ്മിക്കുന്ന ആഹാരം പല രൂപങ്ങളിൽ ശേഖരിച്ചു വയ്ക്കുന്നു എന്നും നാം മനസ്സിലാക്കി. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപങ്ങളായ ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച് എന്നീ രൂപങ്ങളിലും പ്രോട്ടീൻ, ഫാറ്റ് എന്നിങ്ങനെയുള്ള രൂപങ്ങളിലും ആഹാരം അവർ ശേഖരിച്ചു വയ്ക്കുന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ഈ ആഹാരം നാം ഭക്ഷണത്തിലൂടെ ഇവർ നിർമ്മിച്ചിരിക്കുന്ന ഈ പോഷകഘടകങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു. പക്ഷേ ഇവയെല്ലാം കോംപ്ലക്സ് ആയിട്ടുള്ള പോഷകഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു സിമ്പിൾ ഫോംസ്. സിമ്പിളായിട്ടുള്ള ലഘു പോഷകങ്ങളാക്കി ഇവ മാറ്റണം. അതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത്. അതായത് when the food goes through the digestive system, it's get converted to simple nutrients. ഇനി എന്തിനാണ് അവ സിമ്പിൾ ന്യൂട്രിയൻസ് ആയി മാറിയിട്ടുള്ളത്? തീർച്ചയായിട്ടും നാം ഭക്ഷണം കഴിക്കുന്നത് ഊർജത്തിനായാണ്. ഈ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് കോശങ്ങളിലാണ് എന്ന് നമുക്കറിയാം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കോശങ്ങളിലുള്ള സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനൽ, ആ സെൽ ഓർഗനലിലാണ് നമ്മുടെ ഊർജ നിർമ്മാണം, എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണം, അതിലെ ലഘുഘടകങ്ങൾ കോശങ്ങളിലേക്ക് എത്തി അവിടെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് അത് ഊർജം നിർമ്മിക്കണം. അപ്പോൾ തീർച്ചയായും നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണം ചെറുകുടലിൽ വെച്ച് ലഘുപോഷകഘടകങ്ങളായിട്ടുണ്ട്. ആ ലഘുപോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തതും നമ്മൾ മനസ്സിലാക്കിയതാണ്, പഠിച്ചതാണ്. ഇനി രക്തം ഈ പോഷകഘടകങ്ങളെ എല്ലാ കോശങ്ങളിലേക്കും, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നു. ഇതാണ് നമ്മുടെ എങ്ങനെയാണ് ഈ കോശങ്ങളിലേക്ക് രക്തം ഈ പോഷകഘടകങ്ങൾ എത്തിക്കുന്നത്. അതാണ് നമ്മുടെ ഈ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ് എന്ന പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പാഠഭാഗത്തിൻ്റെ തുടക്കം നമുക്കൊരു കാർട്ടൂൺ കാണാനായിട്ട് സാധിക്കും. 2 കുട്ടികളുടെ സംശയമാണ്, രക്തം നേരിട്ട് കോശങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് കുട്ടിയുടെ സംശയം. ആ കുട്ടിയുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ് ഈ ചാപ്റ്റർ. രക്തം ഈ സിമ്പിൾ ന്യൂട്രിയൻസ് അഥവാ ലഘുപോഷകങ്ങളെ കൊണ്ട് ശരീരം മുഴുവനായി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ ശരീരം മുഴുവനായിട്ട് രക്തം സഞ്ചരിക്കുന്നതിന് രക്തക്കുഴലുകളുടെ ആവശ്യമുണ്ട്. ഈ രക്തക്കുഴലുകളിലൂടെ രക്തം പമ്പ് ചെയ്യുന്നതിന് ഹൃദയം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യന വ്യവസ്ഥ. രക്തപര്യന വ്യവസ്ഥയിൽ 3 കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. 1 രക്തം, 2 ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകൾ. ദ ബ്ലഡ് സർക്കുലേറ്റ്സ് ഇൻ ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ്. ദെൻ ഹാർട്ട്, ഹൃദയം. പൂർണ്ണമായും മസിൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ ഹൃദയം. ഹൃദയം പമ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് രക്തക്കുഴലുകളിലൂടെ രക്തം ഒഴുകുന്നത്. നമുക്ക് ആദ്യം തന്നെ രക്തം എന്താണെന്ന് പരിചയപ്പെടാം. എന്താണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ? നമുക്കറിയാം, നല്ല ചുവന്ന നിറത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള ഭാഗമാണ് രക്തം. രക്തം എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. കൂടുതൽ വിശദമായി നമുക്ക് രക്തം പരിചയപ്പെടാം. ഒറ്റ നോട്ടത്തിൽ രക്തത്തിലെ ഘടകങ്ങൾ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പരീക്ഷണം പരിചയപ്പെടാം. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം രക്തം എടുത്ത് അതിലേക്ക് EDTA, എത്തിലിൻ ഡയമീൻ ടെട്രാസിറ്റിക് ആസിഡ് എന്ന ഒരു ആൻറ്റി കൊയാഗുലൻറ്റ്, അതായത് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഒരു രാസവസ്തു ചേർക്കുന്നു. എന്നിട്ട് അല്പസമയം വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൽ മുകൾ ഭാഗത്ത് രക്തത്തിലെ ദ്രാവക ഭാഗമായ പ്ലാസ്മയും താഴെ അതിലെ രക്തകോശങ്ങളും രൂപപ്പെടുന്നത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും. കൂടുതൽ വിശദമായി നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അതായത് മുകൾ ഭാഗത്ത് ഇളം മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് രക്തത്തിലെ ദ്രാവക ഭാഗം, അതായത് പ്ലാസ്മ. താഴെ ചുവന്ന നിറത്തിൽ കാണുന്ന ഭാഗമാണ് രക്തകോശങ്ങൾ. രക്തത്തിലെ രക്തകോശങ്ങൾ 3 തരത്തിലുണ്ട്. ശ്വേതരക്താണുക്കൾ, അരുണരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ശ്വേതരക്താണുക്കൾ WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. അരുണരക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റുകൾ. ഇതിൽ പ്ലേറ്റ്ലെറ്റുകളും ശ്വേതരക്താണുക്കളും നടുഭാഗത്ത് ഒരു വെള്ള കളറിൽ കാണുന്ന ഭാഗത്താണ് കാണപ്പെടുക. താഴെ രക്തകോശങ്ങളായിട്ടുള്ള അരുണരക്താണുക്കൾ
കാണാൻ സാധിക്കും. ഇവിടെ ഈ ചിത്രത്തിൽ രക്തകോശങ്ങൾ പരിചയപ്പെടാം. ആദ്യം അരുണരക്താണുക്കൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് ഈ റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഇവയിലുള്ള ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീൻ. ഇനി പ്ലേറ്റ്ലെറ്റുകൾ രക്തത്തെ കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ദി കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. അടുത്തത് ശ്വേതരക്താണുക്കൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ്. 5 തരത്തിലാണ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉള്ളത്. ഇത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിന് സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി. രക്തഘടകങ്ങളായ ബ്ലഡ് സെൽസും പ്ലാസ്മയും. അതിൽ ബ്ലഡ് സെൽസ് ഒരു 45% രക്തത്തിൽ ബ്ലഡ് സെൽസും ബാക്കി 55% പ്ലാസ്മയുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലാസ്മ പരിചയപ്പെടാം. പ്ലാസ്മ is the pale yellow colored fluid that constitutes 55% of blood. ഈ രക്തകോശങ്ങൾ ഈ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. സിമ്പിൾ മോളിക്യൂൾസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡൈജഷൻ. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ഇവയെല്ലാം പ്ലാസ്മയിലൂടെയാണ് കോശങ്ങളിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് പ്ലാസ്മയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാസ്മയിൽ ജലം, വാട്ടർ, 90-92% ഓഫ് പ്ലാസ്മ ഇസ് കമ്പോസ്ഡ് ഓഫ് വാട്ടർ, 7-8% പ്രോട്ടീൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് മറ്റു ഘടകങ്ങളാണുള്ളത്. ഇനി രക്തത്തിലെ പ്രോട്ടീനുകൾ, പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. രക്തത്തിലെ പ്ലാസ്മ പ്രോട്ടീനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവയാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇനി മറ്റു ഘടകങ്ങൾ അഥവാ അതർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റ്, സോൾട്സ്, യൂറിയ, ഷുഗർ, ഹോർമോൺസ് ഇവയാണ് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങൾ. ഇനി നമുക്ക് പ്ലാസ്മ പ്രോട്ടീനുകളായ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ഇവയുടെ ധർമ്മം പരിശോധിക്കാം. ആൽബുമിൻ റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നതാണ് ആൽബുമിൻ എന്ന പ്രോട്ടീൻ. ഇനി ഗ്ലോബുലിൻ ഹെൽപ്സ് ഇൻ ഡിഫെൻസ്. പ്രതിരോധത്തിന് സഹായിക്കുന്നു. കൂടുതൽ വിശദമായി നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാം. അടുത്തത് ഫൈബ്രിനോജൻ ഹെൽപ്സ് ഇൻ ദി കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. ഇതും വിശദമായി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇനി രക്തത്തിലെ ഘടകങ്ങൾ, കമ്പോണൻസ് ഓഫ് ബ്ലഡ്, നമുക്ക് ഒരു പൈ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നോക്കാം. അതായത് 55% എസ് പ്ലാസ്മ. പ്ലാസ്മയിലെ ഘടകങ്ങളാണ് ജലം, പ്രോട്ടീൻ, അതർ സബ്സ്റ്റൻസസ് ലൈക്ക് ഫാറ്റ്, ഷുഗർ, സോൾട്സ്, ഹോർമോൺസ് ആൻഡ് യൂറിയ. ഇനി 45% ഓഫ് ബ്ലഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ബ്ലഡ് സെൽസ്. 3 തരത്തിലുള്ള ബ്ലഡ് സെൽസ് ഉണ്ട്. റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്. ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു പോഷക ഘടകങ്ങൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആയ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇവയെല്ലാം രക്തത്തിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് പ്ലാസ്മയുടെ സഹായത്തോടു കൂടിയാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 33. അവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അതായത് സൂചകങ്ങൾ. ഈ ഫ്ലോ ചാർട്ട് പരിശോധിച്ചുകൊണ്ട് ഉത്തരം എഴുതാവുന്ന 2 സൂചകങ്ങളുണ്ട്. ഫാക്ടേഴ്സ് അബ്സോർബ്ഡ് ത്രൂ പ്ലാസ്മ. പ്ലാസ്മയിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. പ്ലാസ്മയിലെ പ്രോട്ടീനുകളും അവയുടെ ധർമ്മവും. പ്ലാസ്മ പ്രോട്ടീനുകൾ 3 എണ്ണം. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അവയുടെ ധർമ്മവും കുറിപ്പായി തയ്യാറാക്കുക. രക്തം എന്ന കോംപ്ലക്സ് ടിഷ്യൂവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? രക്തം ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന് നമ്മൾ 8ൽ പഠിച്ചിട്ടുമുണ്ട്. ഇനി അടുത്തത് ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ. ശരീരമാകമാനം ഈ രക്തം സഞ്ചരിക്കുന്നത് രക്തക്കുഴലുകളിലൂടെയാണ്. ബ്ലഡ് സർക്കുലേറ്റ്സ് ഇൻ ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ്. There are 3 types of blood vessels. 3 തരത്തിലാണ് രക്തക്കുഴലുകൾ കാണപ്പെടുന്നത്. 1 ആർട്ടറി അഥവാ ധമനി, 2 വെയിൻ അഥവാ സിര, 3 കാപ്പിലറീസ് അഥവാ ലോമികകൾ. ഇനി അവ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാം. രക്തക്കുഴലുകൾ അഥവാ ബ്ലഡ് വെസൽസ് പരിചയപ്പെടാം. 1 ആർട്ടറി അഥവാ ധമനി. ഹൃദയത്തിൽ നിന്നും രക്തം മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഇനി സിര അഥവാ വെയിൻ. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ്
വെയിൻ അഥവാ സിര ക്യാരീസ് ബ്ലഡ് ടു ദ ഹാർട്ട്. കാപ്പിലറീസ് അഥവാ ലോമികകൾ ധമനിയെയും സിരയെയും ബന്ധിപ്പിക്കുന്നു. കണക്ട്സ് ആർട്ടറി ആൻഡ് വെയിൻ. ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ധമനി അവസാനിക്കുന്നത് ലോമികകളിലാണ്, സിര ആരംഭിക്കുന്നത് ലോമികകളിൽ നിന്നാണ്. ആർട്ടറി അഥവാ ധമനി ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു. ഇലാസ്റ്റികതയും കനവുമുള്ള ഭിത്തി. ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും, ഭിത്തി വളരെ കനം കൂടുതലാണ്. ഇനി രക്തം കൂടിയ വേഗത്തിലും മർദ്ദത്തിലും ഒഴുകുന്നു. ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. ഹൈ സ്പീഡിൽ രക്തം പ്രവഹിക്കാനുള്ള കാരണം ഹൃദയത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് അതിന് രക്തത്തിന് സ്പീഡ് കൂടുതലുള്ളത്. അതുപോലെ ഇലാസ്റ്റികതയുള്ള കനമുള്ള ഭിത്തി ഉള്ളത് കൊണ്ടാണ് പ്രഷറും ഉള്ളത്. അതാണ് ആർട്ടറിയുടെ പ്രത്യേകത അഥവാ ധമനി. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. അടുത്തത് നമുക്ക് സിരകൾ നോക്കാം. സിര അഥവാ വെയിൻ. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ. കനം കുറഞ്ഞ ഭിത്തി. ചിത്രത്തിൽ മനസ്സിലാകും, ഇടയ്ക്കിടെ വാൽവുകളുണ്ട്. രക്തം കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും ഒഴുകുന്നു. ക്യാരീസ് ബ്ലഡ് ടുവേർഡ്സ് ദ ഹാർട്ട്. തിൻ വാൾസ്. സീൻ വാൽവ്സ് ഓൾട്ടർനേറ്റീവ്ലി. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് പ്രഷർ. ഭിത്തി കനം കുറഞ്ഞതുകൊണ്ട് തന്നെ പ്രഷർ കുറവാണ്. അതുപോലെ ഹൃദയത്തിലേക്ക് വരുന്നത് കൊണ്ട് ലോ സ്പീഡിലാണ് രക്തം സിരകളിലൂടെ ഒഴുകുന്നത്. അടുത്തത് ലോമികകൾ അഥവാ കാപ്പിലറീസ്. ധമനിയെയും സിരയെയും ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒറ്റ നിര കോശങ്ങൾ കൊണ്ടുള്ള ഭിത്തി. ചിത്രത്തിൽ നോക്കിയാൽ ക്ലിയറായി മനസ്സിലാകും. ഭിത്തിയിൽ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. വാൽവുകളില്ല. രക്തം കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലും ഒഴുകുന്നു. തിൻ വെസൽസ് ദാറ്റ് കണക്ട്സ് വെയിൻ ആൻഡ് ആർട്ടറീസ്. Wall is formed of single layer of cells. Minute pores on the walls. Valves are absent. Blood flows with low speed and pressure. ധമനിയുടെയും സിരകളുടെയും ഇടയിലുള്ള രക്തക്കുഴലുകളാണ് ലോമികകൾ. ഒറ്റനിര കോശങ്ങളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഭിത്തിയിൽ നിറയെ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. ലോമികകളിൽ ഈ സൂക്ഷ്മ സുഷിരങ്ങളുള്ളതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. രക്തം ഈ രക്തക്കുഴലിലൂടെ ഒഴുകുന്നത് ലോ സ്പീഡിലും ലോ പ്രഷറിലുമാണ്. ബ്ലഡ് സെൽസിൻ്റെ പ്രത്യേകതകളനുസരിച്ച് പേജ് നമ്പർ 35 ടേബിൾ 3.1 നമുക്കൊന്ന് പൂർത്തീകരിക്കാം. അവിടെ പെക്യുലിയാരിറ്റി ഓഫ് ദ വാൾ, ഭിത്തിയുടെ സവിശേഷതകൾ, ധമനി, സിര, ലോമികകൾ ഇവയുടെ ഓരോന്നിൻ്റെയും എഴുതണം. ഭിത്തിയുടെ സവിശേഷത ധമനിയിലാണെങ്കിൽ വളരെ കട്ടി കൂടിയതും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള ഭിത്തി, തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ്. സിരകളിലാണെങ്കിൽ തിൻ വാൾസ്, കനം കുറഞ്ഞത്. കാപ്പിലറീസിലാണെങ്കിലും വാൾ ഈസ് ഫോംഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആൻഡ് തിൻ വെസൽസ്. മൈന്യൂട്ട് പോർസ് ഓൺ ദ വാൾസ്. ഭിത്തിയിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. ഇനി അതുപോലെ വാൽവുകൾ, ധമനിയിൽ വാൽവുകളില്ല. സിരയിൽ വാൽവുകളുണ്ട്. ലോമികകളിൽ വാൽവുകളില്ല. രക്തയൊഴുക്കിൻ്റെ സവിശേഷത, പെക്യുലാരിറ്റി ഓഫ് ബ്ലഡ് ഫ്ലോ. ആർട്ടറീസ്, ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ. വെയിൻ, ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. കാപ്പിലറീസ്, ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ. അതുപോലെ ഒഴുക്കിൻ്റെ ദിശ, ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. ധമനികൾ അഥവാ ആർട്ടറീസ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. വെയിൻ carries blood to the heart. Capillaries, ധമനികളിൽ നിന്ന് സിരകളിലേക്ക്, ഫ്രം ദ ആർട്ടറീസ് ടു വെയിൻസ്. ഇത് നോട്ട് ബുക്കിൽ പൂർത്തീകരിക്കുക. രക്തം രക്തക്കുഴലുകളിലൂടെ ശരീരമാകമാനം സഞ്ചരിക്കുന്നത് ഹൃദയം എന്ന ഒരു അവയവത്തിൻ്റെ സഹായത്തോടുകൂടിയാണ്. ഹൃദയം പൂർണ്ണമായും പേശി നിർമ്മിതമായ ഒരു അവയവമാണ്. നമുക്കിനി ഹൃദയത്തെ കൂടുതലായി പരിചയപ്പെടാം. മനുഷ്യഹൃദയം നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പമ്പ് പോലെയാണ് മനുഷ്യഹൃദയം. മനുഷ്യഹൃദയത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി രക്തം എത്തുന്നത്. മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം ഏകദേശം 300 ഗ്രാമോളം വരും.
ഹൃദയത്തിൻ്റെ വലിപ്പം ഏകദേശം അയാളുടെ മുഷ്ടിയുടെ വലിപ്പം. ഒരാളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം അയാളുടെ കൈമുഷ്ടിയുടെ വലിപ്പമാണ്. അബൌട്ട് വൺസ് ഫിസ്റ്റ്. ഇനി സ്ഥാനം. ഹൃദയത്തിൻ്റെ സ്ഥാനം സിറ്റുവേറ്റഡ് ഇൻ ദി thoracic cavity, slightly tilted towards the left in between two lungs, behind sternum. ശരീരത്തിലെ മുകൾ ഭാഗത്തെ അറയിന് പറയുന്ന പേരാണ് thoracic cavity അഥവാ ഔരസാശയം. ഈ ഔരസാശയത്തിൽ മാറലിന് പുറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഇരട്ടസ്തര ആവരണമുണ്ട്. ഈ ആവരണത്തെ പെരികാർഡിയം എന്ന് പറയുന്നു. Pericardium is a double-layered membrane that covers the heart, and pericardial fluid is filled in between the pericardial membranes. ഈ ഇരട്ടസ്തര ആവരണത്തിനിടയിൽ കാണുന്ന ദ്രാവകമാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് അഥവാ പെരികാർഡിയൽ ദ്രവം. ഇത് ഹൃദയമിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കുന്നു. This fluid helps to reduce friction between the membranes when the heart beats. ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 3.1 പട്ടിക 3.1 പൂർത്തീകരിക്കുക. അത് ഹോംവർക്കായിട്ടാണ്, ഒരു അസൈൻമെൻ്റ് ആയിട്ട് തരുന്നതാണ്. അത് പൂർത്തീകരിക്കുക. അതോടൊപ്പം പാഠഭാഗത്ത് തന്നിരിക്കുന്ന QR കോഡുകൾ സ്കാൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കണ്ട് കൂടുതൽ മനസ്സിലാക്കുക. അടുത്ത ഭാഗമായി അടുത്ത ക്ലാസ്സിൽ കാണാം.